2026 കേരള രാഷ്ട്രീയത്തിൽ ആര് നിർണായകമാകും? BJP പുതിയ രൂപഭാവത്തിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ അങ്കലാപ്പ് ആർക്കാ? അങ്കലാപ്പ് ഇപ്പോൾ CPM-നാണ്. ഇത് വന്നതോടുകൂടി ഒരു മൂന്നാം ഊഴം ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വർഗീയമാണിവരെ, മുസ്ലിങ്ങളെ വെറുക്കുന്നവരാണ്, അവരെ പുറത്ത് ചാടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ള കപട പ്രചാരണങ്ങൾ കൊണ്ട് ഒരു വിഭാഗത്തെ തങ്ങളുടെ പാളയത്തിലാക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടായിട്ടുള്ളൂ. ഒന്ന്, പുതിയ തലമുറ ഇതങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ തയ്യാറല്ല. കുറച്ചും കൂടി ബെറ്റർ സെൻസ് പ്രിവെയിൽസ് എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടി കാര്യഗ്രഹണ ശക്തിയുള്ളവരാണ്. അവർക്ക് ഈ വർഗീയതയൊന്നും വിഷയമല്ല. കൂട്ടുകാരൻ്റെ ജാതി ഏതാ, മതം ഏതാ, അങ്ങനെയൊന്നും നോക്കാറുമില്ല. ആ തീവ്ര തരത്തിലേക്കില്ല. അവന് ജോലി കിട്ടണം, അന്തസ്സായിട്ട് ജീവിക്കണം, സമരങ്ങളും അങ്ങനെയുള്ള സമാധാനത്തിന് ഭീഷണിയാവുന്ന കാര്യങ്ങളും ഉണ്ടാവാതെ. ഇപ്പോൾ പോയി അമേരിക്കയിൽ പോയാൽ മറ്റുള്ളവൻ എന്ത് പറയും കേൾക്കും, ഇങ്ങനെ ഒരു അനാവശ്യമായ ഇടപെടലില്ലാത്ത, തെരുവിലെ പ്രകടനം മൂലം തൻ്റെ യാത്ര മുടക്കേണ്ടി വരുന്ന ഒരു അന്തരീക്ഷമില്ലാത്ത, പഠിത്തത്തിന് സമരം മൂലം ഭംഗം വരാത്ത ഒരവസ്ഥയുള്ള, അമേരിക്കയിലൊന്നും അങ്ങനെ ബാധിക്കാറില്ല. സർവകലാശാലയിലെ പഠനത്തെ SFIക്കാർ വന്ന് പ്രകടനം നടത്തി നശിപ്പിക്കാറില്ല. ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മാൾട്ട പോലുള്ള ചെറിയ രാജ്യങ്ങളിലും ഒക്കെ, ഈവൻ ജോർജിയ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ശല്യങ്ങളില്ല, ബന്ദില്ല, ഹർത്താലില്ല, ഇതുപോലെ പരസ്പരം തെറി പറയുന്ന രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ വളരെ ന്യൂനപക്ഷം, അമേരിക്ക ഉൾപ്പെടെ രാഷ്ട്രീയ ബോധമുള്ളവർ ചർച്ചകൾ നടത്തും, അത്രയേ ഉള്ളൂ. ഇവിടുത്തെ പോലെ തെരുവിലിരിക്കുന്ന എല്ലാവരും കൂടി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ചുമ്മാ വാദപ്രതിവാദങ്ങൾ നടത്തി കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം അവിടെ ഇല്ല. നമ്മുടെ നാടും ഇപ്പം മാറി മാറി വരികയാണ്. ഇപ്പോൾ IT കമ്പനികൾ ധാരാളമായിട്ട് വന്നപ്പോൾ IT സെക്ടറിലേക്ക് ധാരാളമായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ അബ്സോർവ് ചെയ്തപ്പെട്ടപ്പോൾ അവർക്ക് ഈ രാഷ്ട്രീയം, വർഗീയം ഇതൊന്നുമല്ല വിഷയം. ബെറ്റർ ലിവിങ്, അതായത് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി അടിപൊളി കാറിൽ, ഒരു പക്ഷേ ഒരു മാളിൽ പോയി ഷോപ്പിങ്, സുഹൃത്തിനെയും വെച്ചുകൊണ്ടുള്ള സിനിമ കാണലുകൾ, അത് മൾട്ടിപ്ലക്സുകളിൽ പോയിട്ട്. ഈ രാഷ്ട്രീയ സിനിമകളെ അവർ ഇഷ്ടപ്പെടുകയില്ല. എമ്പുരാനെ അവർ കളിയാക്കും, പരിഹസിക്കും. അവർക്ക് വേണ്ടത് ശരിയാണ്, ഹോളിവുഡ് സ്റ്റൈലിലുള്ള ടെക്നിക്കുകൾ, അതോടൊപ്പം വളരെ ലളിതമായിട്ടുള്ള കഥനം. അതാണ്, ഗൗരവമായിട്ടുള്ള ഈ ചർച്ചകളൊന്നും നടത്താൻ അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ ടെക്നിക്കിനെ കുറിച്ചായിരിക്കും അവർ കൂടുതലും സംസാരിക്കുന്നത്. ഈ നമ്മൾ ഗെയിം കാണാറില്ലേ, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും ദഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗൗരവമായിട്ടുള്ള അതിനുണ്ട് വളരെ അപൂർവം ചിലർ, ഒരു ശതമാനം വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടത് ബെറ്റർ ലിവിങ്ങിന് ഫെസിലിറ്റീസ്. പിണറായി വിജയൻ്റെ കാലത്ത് അത് നടക്കും. രാഷ്ട്രീയം, കേന്ദ്രത്തിനോടുള്ള വിരോധം, പിന്നെ വർഗീയത, അതിനോടുള്ള വിരോധം, ഓക്കെ. അതുപോലെ തന്നെയല്ല, അദ്ദേഹം ട്യൂണൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹിന്ദുവിനൊരു ഇൻ്റർവ്യൂ കൊടുത്തു. കുറേ പൊള്ളുന്ന സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ നമ്മൾ കണ്ടില്ലേ. ഒരു PR വർക്ക് ചെയ്തൊരു ഇൻ്റർവ്യൂ, ഹിന്ദു പത്രം, ഇടതുപക്ഷം ചേർന്ന് പോകുന്ന വർഗീയതയ്ക്കെതിരെ എപ്പോഴും പ്രഘോഷണം നടത്തുന്ന ഹിന്ദു പത്രത്തിൽ അദ്ദേഹം ചില നേരുകൾ തുറന്നു പറഞ്ഞു. എന്തായിരുന്നു ബഹളം, വലിയ ബഹളം ഉണ്ടാക്കിയില്ലേ. അപ്പോൾ സത്യം പറയാൻ പിണറായി വിജയന് കഴിയില്ല, തടവറയിലാണ്, ഈ വർഗീയതയുടെ തടവറയിലാണ്. കോൺഗ്രസ്സിനോ പറ്റില്ല, കാരണം പ്രീണനത്തിൻ്റെ തടവറയില്ല. സത്യം പറയാൻ കഴിയുന്ന ആർക്കാണ്? BJPക്ക് മാത്രമാണ്. ആ സത്യം പറയുമ്പോൾ എന്താണ് അവർക്ക് നഷ്ടമാവുന്നത്? ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ, ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ. അപ്പോൾ അവരാവിഷ്കരിച്ച തന്ത്രമാണ് ന്യൂനപക്ഷത്തിലെ മറ്റുള്ളവരെ കൂടി തങ്ങളോടൊപ്പം ഉൾപ്പെടുത്തുക. വിജയിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. ഒരു വിഭാഗത്തെ വിശ്വാസത്തിലെടുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ BJPയിലേക്ക് പോകുക എന്ന് പറയുന്നത് അചിന്ത്യമാണ്. പക്ഷേ ഇപ്പോൾ സാമൂഹിക സാഹചര്യം ഒന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ മതത്തിനിടയിൽ തന്നെ സുരക്ഷിതത്വമില്ലായ്മ, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നിരിക്കുക. പല കാരണങ്ങളുമുണ്ടാകും. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് ധാരാളമായിട്ട് ഇസ്ലാമിക് ക്യാപിറ്റൽ ഒഴുകി വരാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ പരമ്പരാഗതമായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ച് കഴിഞ്ഞിരുന്ന മേഖലകളിലേക്ക് എല്ലാം തന്നെ വടക്കുനിന്നും തെക്കോട്ടൊരു കാറ്റ് വീശുന്നുണ്ട്. പാല എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു
അമേരിക്കൻ മോഡലിൽ ക്രിസ്ത്യാനികൾ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലം ആയിട്ടാണ് കണക്കാക്കുന്നത്. നല്ല ഒന്നാം തരം റോഡുകൾ. ഈ അവസ്ഥ മാറ്റി ഇപ്പോൾ തൊടുപുഴയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഒരു ഇൻഫ്ലക്സ് പാലായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തീരദേശങ്ങളിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഒരു ഇൻഫ്ലക്സ് ഇപ്പോൾ പറയാറുണ്ടല്ലോ, നെയ്തൽ, തിണ, പിന്നെ ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് പറയാറുണ്ട്. അതായത് പർവ്വതം, മധ്യ സമതലം, പിന്നെ തീരം. ഇങ്ങനെയാണ് കേരളം ഇടനാട് എന്ന് പറയുന്നത്. ഈ തീരത്തു നിന്നുള്ള മുസ്ലിങ്ങളുടെ ബെൽറ്റ് ഉണ്ടായിരുന്നു. കാരണം മത്സ്യബന്ധനം അങ്ങനെ ഒക്കെ ബന്ധപ്പെട്ട് പലരും അവിടെ സ്ഥലങ്ങളും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടെ നിന്നൊരു ഇൻഫ്ലക്സ് ഇപ്പോൾ മധ്യ സമതലങ്ങളിലേക്ക് വന്നിരിക്കുന്നു, പർവ്വത പ്രദേശങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഈരാറ്റുപേട്ട, തൊടുപുഴ, മൂവാറ്റുപുഴ ആ ബെൽറ്റൊക്കെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റായിരുന്നു. ഞാൻ ഈ മതം തിരിച്ച് വർഗീയമായിട്ട് പറയാം, എല്ലായിടത്തും ഇടകലർന്ന് ജീവിക്കട്ടെ. പക്ഷേ മതവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. അവിടെ ഒരു വലിയ ബെൽറ്റ് ഉണ്ടായി വരുന്നു. ആ ബെൽറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ളൊരു ബെൽറ്റല്ല, കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് പോകുന്ന തരത്തിലുള്ളതാണ്. അതിന് വളം വെച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ PFI. അതിനെ നിരോധിച്ചു. പക്ഷേ അതിൻ്റെ സഹവർത്തിയായിട്ടിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, SDPI അവിടെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഇവൻ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു നായന്മാരുടെ സ്ഥലം, നായന്മാർ മൂല എന്നൊക്കെ പറയാറുണ്ട്, ആണെന്നായിരുന്നു പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ അങ്ങോട്ട് നിന്ന് SDPIക്ക് ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു. ഞാൻ പറയുന്ന ആൾക്കാർ ഇടകലർന്ന് തന്നെ കഴിയണം. പക്ഷേ അവിടെ ഈ രാഷ്ട്രീയവും മാറുന്നു. നമ്മളീ പറയുന്നു ഒരു ജാതി ഒരു മതം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, പല ജാതി പല മതം പല ദൈവം പല രാഷ്ട്രീയം. പലപ്പോഴും ഈ രാഷ്ട്രീയം പലപ്പോഴും മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ജാതിയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അവബോധം വന്നിരിക്കുന്നത്. ജാതി രാഷ്ട്രീയമാകുമ്പോൾ ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് ഹിന്ദുക്കൾക്കാണ്. കാരണം പല ജാതി അവാന്തര ജാതികളെല്ലാം ഓരോരോ പാർട്ടിയിൽപ്പെടും. അപ്പോൾ അതിനെതിരെ വെള്ളാപ്പള്ളി നടേശന് പോലും ഒരു ബോധോദയം വന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഈഴവ നായർ ഐക്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം. കാരണം മുസ്ലിങ്ങൾ പൊതുവേ N മാസമായിട്ട് വോട്ട് ചെയ്യും. അവർ ഉറച്ചൊരു പക്ഷത്ത് തന്നെ നിൽക്കും, ഭൂരിപക്ഷവും. അവരെ ജയിപ്പിക്കാൻ ഈ വോട്ട് മതി, ഐക്യത്തിൻ്റെ വോട്ട്. വോട്ടിലെ ആ ഐക്യം സാധിക്കും. അതുകൊണ്ട് അവർ രാഷ്ട്രീയമായിട്ടൊരു പവർഫുൾ ശക്തിയാണ്. അവരെ പ്രീണിപ്പിക്കാൻ ആളുകളുണ്ട്. അവർക്ക് ആവശ്യപ്പെടുന്നതെല്ലാം ജില്ല തന്നെ വന്നാങ്ങണമല്ലോ, അവരുടെ ആവശ്യങ്ങളെല്ലാം നടക്കും. ഇത് വലിയൊരു രാഷ്ട്രീയ തന്ത്രമാണ്, ഒന്നിച്ചു നിൽക്കുവാനുള്ള. ആ തന്ത്രത്തിൽ വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ വളരെ തെറ്റിപ്പോയി. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘടനയാണ്, നായരും പിന്നെ ക്രിസ്ത്യാനികളിലും കൂടെ നസ്രാണികളിലും കൂടെ ഐക്യത്തിൻ്റെ സംഘടനയാണ്. പക്ഷേ അത് പല സ്വാർത്ഥ താല്പര്യങ്ങൾ വന്ന് പല ഭാഗങ്ങളായിട്ട് പിളർന്നു. ഒരെണ്ണം UDF നിൽക്കുന്നു, ചിലത് LDF നിൽക്കുന്നു. അങ്ങനെ ഒരു ഡിവിഷൻ വന്നതോടുകൂടി അവരുടെ ഐക്യം ഭദ്രമല്ല. മറുഭാഗത്ത് ഐക്യം ഭദ്രമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഉറച്ച് കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. പക്ഷേ രഹസ്യമായിട്ടൊരു ബാന്ധവം SDPIയുമായിട്ട് CPMനുണ്ടോ എന്നുള്ള സംശയം. പക്ഷേ ഇപ്പോൾ അതും മാറിയിരിക്കുന്നു. കാരണം മുസ്ലിം ലീഗ് തന്നെ മുന്നിട്ട് SDPI കൂടി ഓരം ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് പ്രത്യേകിച്ച് ഹിന്ദുവിൽ പിണറായി വിജയൻ നടത്തിയ ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഇത് കുറച്ചുകൂടെ രൂഢമൂലമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലെ റിലീജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പോൾ അതാണ്. മുസ്ലിം ലീഗിനെ SDPIയെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതിനെ ആധാരം ആക്കിയിരിക്കും മലബാറിലെ വോട്ടുകൾ. മധ്യ കേരളത്തിലെ വോട്ടുകൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ ഇതപര്യന്തം കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം LDFലും മറുവിഭാഗം UDFലുമാണല്ലോ. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. മാറ്റം വരാൻ സാധ്യത എങ്ങനെ വരും? കോൺഗ്രസ് കാര്യമായി ശ്രമിച്ചാൽ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. കോൺഗ്രസ് തന്നെയാണ് തുടങ്ങി വെച്ചത് കേരള കോൺഗ്രസിനെ പുറത്താക്കുക. രമേശ് ചെന്നിത്തല തന്നെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട് കർക്കശമായ ഭാഷയിൽ രമേശ് ചെന്നിത്തല സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ബാന്ധവം, കേരള കോൺഗ്രസുമായിട്ടുള്ള ബാന്ധവം തുടരാൻ പറ്റിയേ. പക്ഷേ ആ കേരള കോൺഗ്രസിനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുകയാണ്. അത് ലീഗ് വഴി ലീഗ് വഴിയല്ല, കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങണം.
ആരാണോ തുടങ്ങി വെച്ചത് അവർ തന്നെ തിരുത്തേണ്ടി വരും. അപ്പോൾ ആ രീതി ശ്രമം പക്ഷേ നടക്കും. ലീഗിനാണ് കൂടുതൽ താല്പര്യം. കാരണം തിരുവമ്പാടി സീറ്റ് തന്നെ വിട്ടുകൊടുക്കാമെന്നാണ് പറയുന്നത് ജോസ് കെ മാണിക്ക്. അതുകൊണ്ട് മാത്രമല്ല, ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. നിലമ്പൂർ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം. അതാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ കഴിയുന്നത് BJPക്കാണ്. പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ എതിർ വിഭാഗത്തിന് ഒരു ആശയവും കൊടുക്കാത്ത തരത്തിൽ, ഒരു ക്ലൂവും കൊടുക്കാത്ത തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജനങ്ങളുടെ മനസ്സ് വല്ലാതെ മാറിയിട്ടുണ്ട്. BJP അത്ര കുഴപ്പമില്ല. RSS എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കോ നായന്മാർക്കോ തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നും ചെയ്യുന്നതല്ല. ഇത്രയും 10 വർഷത്തെ ഭരണം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. നാട് വളരും, നാട് വികസിക്കും, മോദി ഇരുന്നാലേ നാട് നന്നാവൂ എന്നൊരു വിചാരം ഇപ്പോൾ എല്ലാവരും ഏറ്റുവിടുന്നു. ഇപ്പോഴല്ലെങ്കിൽ 2047 നമ്മുടെ കുട്ടികൾ നമ്മളെ വിട്ടുപിരിഞ്ഞ് വാർദ്ധക്യകാലത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കി വിദേശത്ത് പോകാതിരിക്കാൻ ഈ BJP മോദിയുടെ ആ ഭരണം തന്നെ തുടരണമെന്നൊരു വിചാരം ഇപ്പോൾ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭരണകൂടങ്ങളെല്ലാം. ഇടത് വലത് ഭരണങ്ങൾ കേരളത്തിലും കോൺഗ്രസ് കേന്ദ്രത്തിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു തിരിച്ചറിവ് വന്നു. ഇനി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴും. ഇത്രയും നാളായിട്ട് നടന്നില്ല. 70 വർഷം കൊണ്ട് 60 വർഷം കൊണ്ട് കോൺഗ്രസ് നേടിയ നേട്ടങ്ങൾ 10 വർഷം കൊണ്ട് അതിൻ്റെ 3 ഇരട്ടിയാക്കി മോദി നേടിയിട്ടുണ്ട്. ആ ഒരു വികാസത്തിൻ്റെ, ഇതിപ്പോൾ പത്രം വായിക്കുന്നവരാണ് കേരളത്തിലെ പ്രായമായ ആൾക്കാർ. ആ തിരിച്ചറിവ് വന്നിട്ടുള്ളത് കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ട്. അത് പക്ഷേ BJPക്ക് മുതലാക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ള നേതൃത്വം അത് വേണം. ആ നേതൃത്വം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് CPMന് വല്ലാത്ത അങ്കലാപ്പ്. കോൺഗ്രസിനെ കൊണ്ട് പിണറായിയുടെ എതിരെയുള്ള തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മുതലാക്കാൻ പറ്റുകയില്ല. കാരണം അത് ഫോക്കസ്ഡ് അല്ല. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് വരുന്നത്. അത് ഫോക്കസ്ഡ് അല്ല, അത് ഡൈവേർട്ടഡാണ്. അതുകൊണ്ട് ഈ ഒരു സ്പേസിലേക്ക് കടന്നു വരാൻ പറ്റുന്നത് BJPക്കാണ്. ഈ BJPയും കൂടെ അതിലൊരു പ്ലെയർ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? CPMൻ്റെ വോട്ട് കുറച്ച് പോകും. ഇപ്പം തന്നെ പോയിട്ടുണ്ടത്. കോൺഗ്രസിൻ്റെയും കുറച്ച് വോട്ട് പോകും. പോയി കഴിഞ്ഞാലും പിണറായി എന്ന് പറയുന്നത് ഒരു ഏകശിലാരൂപമാണ്. അവർ പറയുന്നത് വേറൊരാൾ കണ്ടസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ പോയി വളരെ കല്ലിടിയിൽ നടത്തി. ഇത്രയും താമസിച്ചു എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ജനങ്ങൾക്ക് അതിൽ വിശ്വാസമാണ്. കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ ഇത് നടപ്പാക്കിയ മഹാൻ എന്നൊക്കെയാണ് മാതൃഭൂമി എഴുതിയിരുന്നത്. കേന്ദ്രത്തിൻ്റെ 700 കോടി ഇവിടെ കിടപ്പുണ്ടെന്നുള്ള കാര്യവിവരമുള്ളവർക്കേ അറിയൂ. അത് ഉപയോഗിക്കാൻ ഇത്രയും നാൾ വിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചു. അതിനുശേഷം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 900 കോടി രൂപ എന്ന് പറയുന്ന കടമെന്ന് പറഞ്ഞാൽ പലിശയില്ലാത്ത കടം. 50 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി. അന്ന് പിണറായി വിജയനും ആയിരിക്കില്ല ഇരിക്കുന്നത്. BJPക്ക് തന്നെ അത് അടയ്ക്കേണ്ടി വരും. അന്ന് സിറ്റുവേഷൻ അതായിരിക്കും. 50 വർഷം കഴിയുമ്പോൾ BJP ഇവിടെ ഭരണത്തിൽ വരും. അവർ തന്നെ തിരിച്ചടച്ചോളും. ഈ പിണറായി വിജയനാദ്യം CPM അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. അപ്പോൾ പതുക്കെ ഈ പ്രാവശ്യം കുറേ സീറ്റ്, പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സീറ്റുകൾ കുറേ BJP ഈ പ്രാവശ്യം നേടും. അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസ് സീറ്റുകൾ നിലനിർത്തും, കുറേ CPMനും വലിയ ക്ഷീണം ഉണ്ടാവുകയില്ല. ഇത് തമ്മിൽ ആരെന്നുള്ളത് BJPക്ക് കിട്ടുന്ന സീറ്റുകളായിരിക്കും നിർണ്ണയിക്കുക. അതാണ് പ്രധാന പോയിന്റ്. BJP ആയിരിക്കും തീരുമാനിക്കുക ആര് ഭരണത്തിൽ വരണം. പല നഗരസഭകളിലും ഈ അവസ്ഥയുണ്ട്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും കേരളം മൊത്തം പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.